താങ്കൾ ഈ ചർച്ചയെ തെറ്റിദ്ധരിപ്പിച്ചു. 203 സർക്കാർ സ്കൂളുകൾ ഈ കേരളത്തിൽ LDF-ന്റെ കാലത്ത് പൂട്ടിയെന്ന് താങ്കൾ അത് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം രാജിവെച്ച് ഇനി ഒരിക്കലും ഞാൻ ഒരു കൊടിയും പിടിക്കില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. 203 സ്കൂളുകൾ ഈ കേരളത്തിൽ LDF-ന്റെ കാലത്ത് അടച്ചുപൂട്ടിയെന്ന് താങ്കൾ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാം. എന്റെ പൊന്നി രാജേഷ് ചേട്ടാ, ഒന്ന് വേഗം കണക്ക് കൊടുക്ക്. ആ കണക്കാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDF അണ്ണാക്ക് തിരികുമായിട്ടുണ്ടാവും. ഒന്ന് വേഗം ഒന്ന് കൊടുക്ക്. ഞാൻ ആ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ് അയച്ചു തരാം. 1200 അരുൺ ബോധപൂർവ്വം വിട്ടു. 1200 എയ്ഡഡ് സ്കൂളുകൾ. രാജേഷ് ചേട്ടാ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം കൊടുക്കണ്ടേ? ഇതൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് താമസിക്കല്ലേ? ഇത് വേഗം ഒന്ന് കൊടുക്കുക. ടീച്ചർമാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. അലീന ബെന്നി എന്ന ടീച്ചർ ശമ്പളമില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ രാജേഷ് ചേട്ടാ എന്തെങ്ങനെ കളിക്കണ്? കൊടുക്കുമ്പോൾ വേഗം കൊടുക്കുക. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ കുരക്കണ് കേൾക്കണതേ ഇഷ്ടമല്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പക്കപ്പൊക്കെ കൊടുക്കണം, അല്ലാണ്ട് കടന്നിട്ട് വേറെ എന്തെങ്കിലും കടന്ന് കൊണക്കല്ലേ? ഞാൻ അയച്ചുതരാം. സ്കൂളുകളുടെ പട്ടിക ഞാൻ അവരുടെ അയച്ചുതരാം. ഞാൻ അയച്ചുതരാന്ന് പറഞ്ഞില്ലേ? 1200 എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളമില്ല. UP, ബീഹാർ, ഗുജറാത്തിലൊക്കെ ഉള്ള BJP ആണ് ഇവിടെ ഭരിക്കണമെന്ന് വല്ല തെറ്റിദ്ധാരണയുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറമുള്ള കണക്കൊക്കെ കൊണ്ടുവരാനുണ്ടാവും. ഇഷ്ടം പോലെ മറ്റേ കോട്ടക്കണക്കിനുണ്ടാവും എടുക്കാൻ. ഒന്നും പണി ചെക്ക് ചെയ്ത് നോക്കുക ആ പേപ്പറൊക്കെ. അതിലുണ്ടാവും മിസ്റ്റേക്കൊക്കെ വരാം, സംശയമൊന്നുമില്ല. പക്ഷെ ഇമ്മാതിരി മിസ്റ്റേക്കൊന്നും വരാൻ പാടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ ഈ ചാണകം കഴിച്ച് ഗോമൂത്രം കുടിച്ച വിദ്യാഭ്യാസമല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ. അപ്പോൾ കൂടുതൽ ഇനി പറയണ്ട, ഞങ്ങൾക്കറിയാം. സന്തോഷം, ഇത്രയും പറഞ്ഞല്ലോ, വളരെയധികം സന്തോഷം.